നമ്മൾ ഒരല്പസമയം, ഒരു 3 മിനിറ്റെങ്കിലും നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിൽ അങ്ങ് ലയിക്കണം. അങ്ങനെ നിങ്ങൾ കുറച്ച് ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കും. അതോടൊപ്പം ഒരു കാര്യം, ഇപ്പം നമ്മളെല്ലാവരുടെയും കുടുംബജീവിതത്തിലും സിസ്റ്റർമാരായാലും അവരും ഒരു കുടുംബത്തിൽ നിന്നല്ലേ വരുന്നത്. ഏത് സിസ്റ്ററിനെ കാണുമ്പോഴും അവർക്ക് പറയാനുള്ളത്, ബ്രദറെ എൻ്റെ ആങ്ങളുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കും, ഇങ്ങനെയുള്ള ആ കുടുംബത്തിൽ. കാരണം അവർക്കും ഒരു ബേർഡനാണ്, വീട്ടിലെ എല്ലാവരും വിളിച്ചു പറയും. എന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെയുള്ള അമ്മമാരും അപ്പന്മാരും എന്താണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ആകുലത? അടുത്ത തലമുറ എങ്ങനെ ഈ വിശ്വാസം, നമ്മളുടെ തന്നെ അവസ്ഥ ഇതാണ്. അപ്പോൾ ആ അടുത്ത തലമുറ എങ്ങനെ ഈ വിശ്വാസത്തിൽ വളരുന്നുള്ളത്? ഇതിന് വളരെ എളുപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പം, ഒരുപാട് വിശദമായിട്ട് പറയാൻ സമയമില്ല. പല കുടുംബങ്ങളിലും മക്കൾ വഴിതെറ്റി പോയിട്ടുള്ള അവസ്ഥയിൽ വളരെ വേദനിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴെല്ലാം കർത്താവ് കാണിച്ചു തന്ന ഒരു വഴിയാണ്. എല്ലാവരും ബൈബിൾ തുറക്കാം. ഏശയ്യ 59:21. ഏശയ്യ 59:21. ഇത് ഈ ഏശയ്യ നമ്മൾ 42 കാണിച്ചു, അത്രേ നമ്മൾ കണ്ടുള്ളൂ ഏശയ്യയിൽ. ആ 42 മുതൽ കർത്താവിൻ്റെ ദാസൻ കർത്താവ് ഈശോ മിശിഹായിലൂടെ വരാനിരിക്കുന്ന രക്ഷാകര പദ്ധതികളാണ് വാസ്തവത്തിൽ 5ാമത്തെ സുവിശേഷമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന. അപ്പോൾ അതിൽ 42 മുതൽ 53 വന്നപ്പോഴേക്കും ഈശോയുടെ പീഠാനുഭവം കഴിഞ്ഞു. 53 ശേഷമുള്ള ഭാഗങ്ങൾ പീഠാനുഭവം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകാനിരിക്കുന്ന കേട്ടോ. 54 പുതിയ ജെറുസലേം, 55 ജീവൻ്റെ ഉറവ. അപ്പോൾ ഇങ്ങനെ ഈ ഏശയ്യ വായിക്കുമ്പോഴും ചുമ്മാ അതിനകത്തൊരു വചനം എടുത്തിട്ട് അത് അങ്ങനെ എഴുതിയേക്കണം. അതിൻ്റെ ആ സാരാംശം മനസ്സിലാക്കണം. എന്ത് കാലഘട്ടത്തിനെയാണ് അത് സൂചിപ്പിക്കുന്നത്? അങ്ങനെ 54 പുതിയ ജെറൂസലേം, 55 ജീവന്റെ ഉറവ, 56 എല്ലാവർക്കും രക്ഷ, യഥാർത്ഥ ഉപവാസം, 59 രക്ഷയ്ക്ക് തടസ്സം. എന്താ തടസ്സം? ഈ രക്ഷ ഭൂമിയിൽ വന്നിട്ടും അത് സ്വീകരിക്കാതെ അതിനെ കണ്ടെത്താത്ത അവസ്ഥ. ഈ വചനമെല്ലാം പറഞ്ഞ് നമ്മൾ പേടിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാവരെയും. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു, ഇതെല്ലാം പറഞ്ഞു. എന്നാൽ പേടിക്കണ്ട, അത് പിന്നീട് വായിച്ച അതിൻ്റെ അവസാനം വരുമ്പോഴേക്കും 9ാമത്തെ വചനം പറഞ്ഞുണ്ടോ, നീതി ഞങ്ങളിൽ നിന്ന് വിദൂരത്താണ്, ന്യായം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല, ഞങ്ങൾ പ്രകാശം തേടുന്നു, എന്നാൽ എങ്ങും അന്ധകാരം ദീപ്തി അന്വേഷിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മാർഗം നിഴൽ മൂടിയിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് 15 സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു, അവിടെ നീതിയില്ലെന്ന് കർത്താവ് കണ്ടു, അതവിടുത്തെ അസന്തുഷ്ടനാക്കി, അവിടെ ആരുമില്ലെന്ന് അവിടെ നിന്ന് കണ്ടു, ഇടപെടാൻ ആരുമില്ലാത്തതിനാൽ അവിടെ നിന്ന് ആശ്ചര്യപ്പെട്ടു. ഇനിയാണ് വരാൻ പോകുന്നത്. എന്താ വരുന്നത്? എന്താന്ന് വായിച്ചേ. സ്വന്തം കരം തന്നെ അവിടത്തേക്ക് വിജയം നൽകി, സ്വന്തം നീതിയിൽ അവിടുന്ന് ആശ്രയിച്ചു, അവിടുന്ന് നീതിയെ അവിടുന്ന് നീതിയെ ഉത്രാണമാക്കി, രക്ഷയുടെ പടത്തൊപ്പി ശിരസിൽ വെച്ചു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാവുന്നത് പോസിറ്റീവായിട്ട് മനസ്സിലാകണം. ദൈവം നേരിട്ട് ഇടപെട്ട്
നീതീകരിക്കുന്ന അവസ്ഥയാണ്. ഓക്കെ, ഞാൻ പറയാൻ വന്നത് 21-ാമത്തെ വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോവുകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് ഇതങ്ങ് പ്രഘോഷിച്ചേ. ഈ പ്രവചനത്തിലാണ് ഇപ്പോൾ നമ്മുടെ കാലഘട്ടം. നമ്മുടെ ഈ കാലഘട്ടമാണ് ഇവിടെ. ഈ കാലഘട്ടം ഈ പ്രവചനത്തിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാനും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടി ഇതാണ്. വായിച്ചോ. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്നു പോകയില്ല. കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ബൈബിൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയും ഒരു വാക്യത്തിൻ്റെ മുൻപിലും പിൻപിലും ഇതുപോലെ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പറയും. ഞാൻ ശ്രദ്ധിക്കപ്പെടാതെ ഉണ്ടാകാം. ഇവിടെ 2 പ്രാവശ്യം പറയാണ്. എന്താ പറയുന്നത്? ആദ്യം പറയാണ് കർത്താവാണ് ഇതരളി ചെയ്യുന്നത്. എന്നിട്ട് അതിനെ ഒരു സീൽ മുദ്ര കുത്തിയിരിക്കുകയാണ്. ഇത് ഞാനും നിങ്ങളുമായിട്ടുള്ള ഉടമ്പടിയാണ്. അതാണ് പുതിയ ഉടമ്പടി. ആ പുതിയ ഉടമ്പടിയുടെ പ്രധാന ഭാഗം എന്താണ്? ഞാൻ നിങ്ങൾക്ക് നൽകുന്ന എൻ്റെ ആത്മാവ്. അതാണ് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളിൽ നിക്ഷേപിച്ച എൻ്റെ വചനം. അതേത് വചനമാണ്? അതാണ് അവതീർന്ന വചനമാകുന്ന യേശുക്രിസ്തു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നാൽ ഇത് തലമുറകളിലേക്ക് പടരും. നമ്മൾ മക്കളോട് ഇൻസ്ട്രക്ഷനൊക്കെ പറയുന്നുണ്ട്. നീ പ്രാർത്ഥിക്കടാ മോനെ, പ്രാർത്ഥിക്കടാ, കുരിശ് വരയ്ക്കടാ, വാടാ മമ്മി, ഇപ്പം TV സീരിയലിൻ്റെ സമയം, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയും. പണ്ടൊക്കെ നമ്മൾ ടോക്ക് വേറെ ഡയറക്ഷനിൽ പോകാനില്ല കർത്താവ്, ഞാനിപ്പോൾ കുർബാനയെക്കുറിച്ചൊക്കെ പറയാം. എങ്കിലും പണ്ടൊക്കെ നമ്മൾ വീട്ടിൽ കുരിശ് വരയ്ക്കാണ്ട് ഭക്ഷണം കഴിച്ചിരുന്നില്ല. ഇല്ലേ? വൈകുന്നേരം ആയാൽ പള്ളിമണി കൊട്ടി അല്ലെങ്കിൽ കുറച്ച് കുരിശ് വരയ്ക്കടാ, കുരിശ് വരച്ചു. അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ച് ബൈബിളൊക്കെ വായിച്ചിട്ടാണ് ഭക്ഷണം വിളമ്പിയൊക്കെ കഴിക്കണം. ഇപ്പോൾ അതെല്ലാം പോയിട്ട് ഭക്ഷണവും കഴിച്ച് കഴിഞ്ഞ് അവസാനത്തെ TV ഷോയും കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങാൻ നേരത്തെടാ കുരിശ് വരയ്ക്കാൻ പാടാ. അപ്പോഴേക്കും ഒരുത്തനോടാ, അപ്പോഴേക്കും അപ്പൻ അവിടെ തൂങ്ങി. അമ്മ അവസാനം എങ്ങനെയെങ്കിലും ഇത് നടത്തണ്ടേ, കുരിശ് വരച്ചില്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി കുടുംബമല്ലേ. ഇതാണോ അല്ലയോ? അപ്പോൾ ഇവിടെയാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത് കുടുംബത്തിൽ ഇത് മാറ്റമുണ്ടാകാൻ വേണ്ടിയുള്ള ഒരു ഉപദേശം ഇതാണ്, അല്ലെങ്കിൽ ഒരു രഹസ്യം ഇതാണ്. ഈ വൈകുന്നേര പ്രാർത്ഥന അത് മാറണം, അതിൽ വ്യത്യാസം ഉണ്ടാകണം. അതിനു വേണ്ടി ഒരു പ്രഭാതത്തിൽ ഇപ്പം നമ്മൾ വെളുപ്പിന് എണീറ്റ് പ്രാർത്ഥിക്കുന്ന പോലെ എല്ലാവരും ഒരുമിപ്പിച്ച് പ്രാർത്ഥിക്കാൻ നോക്കിയാൽ ചിലപ്പോൾ കിട്ടില്ലെന്ന് വരില്ല. അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ വിശ്വാസത്തിൽ കൂടുതൽ നിൽക്കുന്നത് അമ്മയാണെങ്കിൽ ആ അമ്മ എണീറ്റ് പ്രാർത്ഥിക്കട്ടെ, അപ്പനാണെങ്കിൽ അപ്പൻ. ഇവർ 2 പേരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരുമിച്ച്. ഈ വചനം ഒരു വാഗ്ദാനമാണ്. ഇതൊരു ബ്ലാങ്ക് ചെക്കാണത്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ വലിയ അനുഭവമാണത്. നമ്മൾ പിള്ളേരോട് പ്രാർത്ഥിക്കടാന്നൊക്കെ പറഞ്ഞാലൊന്നും അവരവസാനം പറയും അതെ വയസ്സാകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചോളാം, അപ്പം ഇങ്ങനെയൊക്കെ പോയാൽ മതി. അതോടുകൂടി നമ്മൾ കൂട്ടി ഇല്ലേ? ഇങ്ങനെ പല ന്യായങ്ങളും പറഞ്ഞ്, പക്ഷേ നമുക്കറിയാം
അവരിങ്ങനെ പോവുകയാണെങ്കിൽ ശരിയാവില്ല. എന്ത് ചെയ്യും? അവർ കമ്പ്യൂട്ടറും വീഡിയോ ഗെയിമും ടെലിവിഷനും എല്ലാത്തിലും ജീവിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഒരാളെങ്കിലും, അതാണ് ഈ ഒരാളായെങ്കിലും ആ കർത്താവിൻ്റെ ചാനലാകുകയാണ്. ഈ ഉടമ്പടി പ്രകാരം കർത്താവാണ് അരുളി ചെയ്യുന്നത്, നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും. അപ്പോൾ നമ്മൾ വിശ്വസിക്കണം, നിങ്ങൾ അപ്പനും അമ്മയും വിശ്വസിക്കണം, കർത്താവേ എൻ്റെ ആത്മാവിലേക്ക് അങ്ങ് ഒഴുകണേ, അങ്ങയുടെ വചനം, അങ്ങയുടെ ജ്ഞാനം എന്നിൽ തരുന്നത്. ഇവിടെയാണ് വിശ്വാസം. എന്ത് വിശ്വസിക്കണം? ഇതെനിക്ക് മാത്രമുള്ളതല്ല. കണ്ട, അവിടെ പറഞ്ഞിരിക്കണത് എന്താ? നിന്നിലോ നിന്റെ സന്തതികളിൽ നിന്നോ ഇത് അകന്നു പോകുകയില്ല. ഇവിടെ ഇതങ്ങ് വിശ്വസിക്കുക. ഒന്ന് വിശ്വസിച്ചേ. ഈ ധ്യാനത്തിലൂടെ, ഞാൻ ഈ ധ്യാനം പ്രസംഗിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളോട് മാത്രമല്ല, ഹല്ലേലൂയ, നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളുടെ തലമുറകളിലേക്ക് ഇതൊഴുകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചേ. ഇപ്പൊ നിങ്ങൾ സ്വീകരിച്ചു ഈ 4-5 ദിവസം നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകിയ ജ്ഞാനം, ആ ചൈതന്യം, ആ വചനം, ദൈവമേ അങ്ങയുടെ ഉടമ്പടി പ്രകാരം, അങ്ങയുടെ ഉടമ്പടി പ്രകാരം ഇതെന്നിലൂടെ എൻ്റെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും പ്രസരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഇത് വിശ്വസിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ്, സമയം കണ്ടെത്തണം. പ്രഭാതത്തിൽ കുറച്ച് സമയം ഈ വചനം. ഒരുപാട് അത്ഭുതകരമായ വ്യത്യാസമാണ്. ഞാനൊരു സ്ഥലത്ത് ഇതൊരു അമ്മച്ചിക്ക് ഭയങ്കര പ്രയാസം, അവരുടെ മകൾ പള്ളിയിൽ വരുന്നില്ല, മകൾ നിരീശ്വരവാദിയായി. അവസാനം ഈ മെത്തേഡിലൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ അമ്മച്ചി വിളിച്ച് പറയാണ്, ബ്രദറെ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. അവളിപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, അമ്മ എൻ്റെ അകത്ത് എന്തോ ചെയ്യണമായി തോന്നുന്നുണ്ടല്ലോ, അമ്മ എൻ്റെ അകത്ത് എന്താ ചെയ്യണേ? എനിക്കിപ്പോൾ അമ്മ ചെയ്യണതൊക്കെ ചെയ്യാനാണ് എനിക്ക് തോന്നണേ. അമ്മയുടെ കൂടെ പള്ളിയിൽ വരാൻ തോന്നും. അതാണ്, പ്രാർത്ഥിക്കുന്നതിനും ജ്ഞാനം വേണം. അപ്പോൾ ഇത് ഒരു വലിയ അടയാളം, ഇത് വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ഇത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ രക്തബന്ധത്തിലൂടെ പടരും. സിസ്റ്റർമാരെന്നുള്ള നിലയിൽ അവരുടെ ആത്മീയ ബന്ധത്തിലൂടെ ഇത് പടരും. ഇങ്ങനെയാണ് തലമുറ ഭാവിയിലേക്ക് ദൈവരാജ്യം പടരുന്നതിൻ്റെ ഒരു തലം. മക്കൾ എന്നുള്ള നിലയിൽ മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഇത് നമ്മുടെ വളരെ ദൈവം നൽകിയിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു റെസ്പോൺസിബിലിറ്റി. നമ്മളോട് ദൈവം പറഞ്ഞിട്ടില്ല ഇവരെ കോളേജിൽ പഠിപ്പിച്ച് കമ്പ്യൂട്ടർ എഞ്ചിനീയറോ ബിസിനസ്സുകാരനോ ബിസിനസ് മാനേജ്മെൻറ്റോ ഒക്കെ ആക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നമ്മളോട് പക്ഷെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? എൻ്റെ വചനം നീ അവൻ്റെ നാവിൽ കൊടുത്തോ. ഏതുപോലെ കണ്ട ആ കാക്ക കുഞ്ഞിന് കൊടുക്കുന്ന പോലെ. കാക്ക കണ്ടോ കുഞ്ഞിൻ്റെ വായിൽ കൊണ്ടുവന്ന് വെച്ച് കൊടുക്കുന്ന കണ്ടോ? എന്ന പോലെ നിൻ്റെ മക്കൾക്ക് അവരുടെ ആത്മാവിലേക്ക് ഈ വചനം കൊടുക്കുക എന്നത് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ദൈവം നൽകിയിരിക്കുന്ന ഒരു ചാനലാണ്, ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. കുഞ്ഞായിരുന്നപ്പോൾ അവർക്ക് അമ്മിഞ്ഞപ്പാൽ കൊടുത്ത പോലെ ഇപ്പോൾ അവരുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ വചനം കൊടുക്കണം. ഇത് നിങ്ങളൊരു കുറച്ച് ദിവസം ഇത് ഒരു പരീക്ഷണാർത്ഥം ഒരു 10 ദിവസമെങ്കിലും വെളുപ്പിന് എണിറ്റ് ഇതിനു വേണ്ടി നിങ്ങളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്. നിങ്ങളുടെ മക്കളിൽ വളരെ വ്യത്യാസങ്ങളുണ്ടാകും. പ്രൈസ് ദ ലോർഡ്. ഓക്കെ, ഇതാണ്
എല്ലാ കുടുംബത്തിനും ഉണ്ടാകാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. കർത്താവാണിത് അരുളി ചെയ്യുന്നത്. എന്താ പറയണേ? കർത്താവാണിത് അരുളി ചെയ്യുന്നത്. ഇത് നടക്കും. ഓക്കെ, ഇനി വേറൊരു പ്രാർത്ഥന, നമ്മൾ ഇഷ്ടം പോലെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, ഒരുപാട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാണ് നമ്മൾ സാധാരണ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. അതിനെക്കുറിച്ചൊരല്പം നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ വലിയ അർത്ഥം മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ലിറ്റർജിയിൽ, നമ്മുടെ കുർബാനയിൽ, സിറോ മലബാർ കുർബാനയിൽ എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കുന്നുണ്ട് സ്വർഗസ്ഥനായ പിതാവ്. അപ്പം അതുകൊണ്ട് തന്നെ മനസ്സിലാക്കണം അത് എത്രത്തോളം പ്രാധാന്യമേറിയൊരു പ്രാർത്ഥനയാണ്. ചുരുക്കി പറയാം, CCCയിൽ കത്തോലിക്കാ സഭയുടെ മതബോധന പുസ്തകത്തിൽ ഏതാണ്ട് 80-ൽ ഏറെ ആർട്ടിക്കിൾസ് ഈ ഒറ്റ പ്രാർത്ഥനയെക്കുറിച്ചുണ്ട്, സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുണ്ട്, കർത്തൃ പ്രാർത്ഥന. അതിൽ പറയുന്ന ഒരു കാര്യം, സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന സുവിശേഷത്തിൻ്റെ സാരാംശമാണ്. ഇറ്റ് ഈസ് ദ സമ്മറി ഓഫ് ദ ഹോൾ ഗോസ്പൽ എന്നാ പറയുന്നത്. സുവിശേഷത്തിൻ്റെ മുഴുവനും സാരാംശമാണ്. സുവിശേഷം മുഴുവനും അരച്ച് കലക്കി ഒരു വായുഗുളികയിലാക്കിയൊക്കെ മാറ്റിയാണ്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളൊരു പ്രാർത്ഥനയാണ്. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി ഈശോയോടൊപ്പമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോയോട് ഒപ്പം. ഈശോ പറഞ്ഞു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ ഈശോ അടക്കമാണ് അതിനകത്ത്. ഈശോയും നമ്മളും അടങ്ങുന്ന ഈ ലോകം മുഴുവൻ ഈശോ മുൻപിൽ നിൽക്കുന്നു, നമ്മളെല്ലാവരും ഈശോയുടെ പിന്നിൽ. എന്നിട്ട് ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങൾ. അപ്പം അങ്ങനെ ഒന്ന് കാണുക, ഈശോ പിതാവിലേക്ക് നോക്കി നിൽക്കുന്നു, നമ്മളെല്ലാവരും ഈശോയോടൊപ്പം നിൽക്കുന്നു. എന്നിട്ട് ഈശോ പറയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ പ്രാർത്ഥനയ്ക്ക് ഈ പ്രാർത്ഥനയുടെ ഒരാമുഖമാണ് ആദ്യം. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഈ ആമുഖം തന്നെ വളരെ ആഴമായ ഒരു ദൈവാനുഭവത്തിലേക്ക് കൊണ്ടുവരണമെന്നതാണ് പ്രബോധനങ്ങൾ പറയുന്നത്. ഒരു കൊവേന്തയിൽ ഒരു പ്രിയോരച്ചൻ, അതിപ്പോൾ ചിലപ്പോൾ ഫ്രാൻസിസ് ആകാം, അങ്ങനെയും പറയുന്നുണ്ട്, ഫ്രാൻസിസ്കൻ കഥയാകാം ഇത്, എന്നാലും സാരാംശം ഇതാണ്. അസിസ്റ്റൻ്റ് ഒരു അച്ഛൻ എന്തോ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, അപ്പോൾ കൊവേന്തയിൽ പറഞ്ഞില്ല, ഇടയ്ക്ക് ഇത്തിരി ശിക്ഷയൊക്കെ കൊടുക്കും. ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ശിക്ഷയാണ്. അവിടെ പോയി വെയിലത്തിരുന്നിട്ട് അവിടെ ആ മൈതാനത്ത് പോയി ഇരുന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പറഞ്ഞു, വലിയ പ്രിയോർ. അപ്പം അച്ഛൻ അവിടെ പോയി ഇരുന്ന് സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാൻ പോയി. പക്ഷെ അദ്ദേഹത്തെ പിന്നെ ഉച്ചയായിട്ടും കാണാനില്ല, അത്താഴൂണിനും കാണാനില്ല. എല്ലാവരും റിഫ്രക്ടറിൽ ഒന്നിച്ച് കൂടണ്ടേ, ആളെ കാണാനില്ല. പ്രിയോരച്ഛനാകെ പ്രയാസമായി. എടാ, ഇത്രയും ചെറിയ ശിക്ഷ കൊടുത്തുകൊണ്ട് ആൾ പ്രയാസമായി, എവിടെ പോയാവും. പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ആളെ കാണാനില്ല. അപ്പോൾ അദ്ദേഹം ഇത്തിരി സീരിയസ് ആയി. വേറൊരു അച്ഛനോട് പറഞ്ഞു, എവിടെ പോയി എന്ന് അന്വേഷിച്ചു. ഞാൻ വലിയ ശിക്ഷയൊന്നും കൊടുത്തില്ല, ഒരു സ്വർഗസ്ഥനായ പിതാവ് ചെല്ലാനേ പറഞ്ഞുള്ളൂ. അങ്ങനെ അദ്ദേഹത്തെ അന്വേഷിച്ച് പോയപ്പോൾ അദ്ദേഹം ആ മൈതാനത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ധ്യാനനിമഗ്നനായിട്ടിരിക്കുന്ന ആ വൈദികൻ അദ്ദേഹത്തെ വിളിച്ചുണർത്തി, അച്ചോ അച്ചോ എന്ത്, എന്നോട് ഒരു സ്വർഗസ്ഥനായ പിതാവേ ചെല്ലാൻ പറഞ്ഞു. ഞാനത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഓ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് എത്തിയിട്ടുള്ളൂ. സ്വർഗസ്ഥനായ
ആ പിതാവിൻ്റെ വാത്സല്യം, ഓ ആ പിതാവിൻ്റെ സ്നേഹം, ഓ ആ പിതാവ് ഇത്രയും അനന്ത കരുണയാണെങ്കിൽ ആ പിതാവിൻ്റെ മകനാണ് ഞാൻ. കേട്ടോ, ഈ ഒരു ദിവസം മുഴുവനും കഴിഞ്ഞിട്ട് എവിടം വരെ എത്തിയിട്ടുള്ളൂ? സ്വർഗസ്ഥനായ. അപ്പം ഇതൊക്കെ ഒരു അതിശയോക്തി അല്ല. ഒരുപാട് വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ അമ്മ ത്രേസ്യയുടെ അഭ്യന്തരകർമ്മങ്ങളിൽ അമ്മ ത്രേസ്യയുടെ ഓർക്കണില്ലേ, 1 മണിക്കൂറൊക്കെ എടുത്ത് സ്വർഗസ്ഥനായ ഞാനിങ്ങനെ ഓർക്കാണ്, അമ്മ ത്രേസ്യ ചെയ്തിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഒരു വരൾച്ച തോന്നിയപ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവ് മണിക്കൂറുകളെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര വേറെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഏറ്റവും എന്താ പറയാ, ഒന്നും പറയണ്ട. ഈ ചിലത് എഴുതിയിട്ടില്ലേ, സ്വർഗം ഭൂമിയെ നോക്കി ചിരിക്കണമെന്നൊക്കെ പറയണ ഒരവസ്ഥയാണ്. അപ്പം നമ്മളിങ്ങനെ ചടങ്ങ് മാതിരി പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയല്ല, അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് എ ഫോർമുല ടു ബി റിപ്പീറ്റഡ് മെക്കാനിക്കലി. അതിങ്ങനെ ഒരു മന്ത്രം പോലെ ഇങ്ങനെ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയല്ല. ഒരുപാട് വിശുദ്ധരുടെ ജീവിതത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ തന്നെയുണ്ട്. സഭയിൽ 2500-ൽ പരം ഔദ്യോഗിക ആധികാരിക പുസ്തകങ്ങളുണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെക്കുറിച്ച് തന്നെ പുസ്തകം. ഓക്കെ, അപ്പോൾ ഞാനതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് സൂചിപ്പിച്ചാണ് ഇത്രയും. അപ്പോൾ ഈ ആമുഖത്തിൻ്റെ പ്രധാന ഒരു കാര്യം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ പിതാവിൻ്റെ വാത്സല്യത്തിൻ്റെ അനന്ത കാരുണയെല്ലാം മനസ്സിലാക്കുകയും അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആ പിതാവിൻ്റെ വാത്സല്യ മകനാണ്, മകളാണ്. അതാണ് എൻ്റെ ആമുഖം. അതിനുശേഷം 7 സപ്ലിക്കേഷൻസാണ്, 7 സ്റ്റെപ്പുകളാണുള്ളത്. ആ 7 സ്റ്റെപ്പുകളിൽ ആദ്യത്തെ 3 സ്റ്റെപ്പുകൾ ദൈവോന്മുഖമാണ്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലെ, അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ. കണ്ടോ, എല്ലാവരും ഒന്ന് കൈവീശി കാണിച്ച്. ഓക്കെ, ഇനി അവസാനത്തെ 3 സ്റ്റെപ്പ് മനുഷ്യോന്മുഖമാണ്. ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. കണ്ടോ, ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ഞങ്ങളെ തിന്മയിൽ. എളുപ്പം മനസ്സിലായില്ലേ? അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ, ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. ഇതിൻ്റെ നടുവിലുള്ള 4ാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ കാതൽ, കോർ ഓഫ് ദ പ്രെയർ എന്ന് പറയും. കോർ ഓഫ് ദ പ്രെയർ, ഈ പ്രാർത്ഥനയുടെ കാതൽ. നമ്മൾ ചില മരങ്ങളൊക്കെ വലിയ മരം വീണ് കിടക്കണം, നോക്കിയപ്പോൾ എന്താ കാതലില്ല. അത് പുറത്ത് ഭയങ്കര പച്ചപ്പൊക്കെ ആയിരുന്നു, വീണപ്പോൾ നോക്കിയപ്പോൾ കാതലില്ല. അപ്പോൾ കാതലാണ് പ്രധാന കാര്യം. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ കാതൽ, കോർ, 4ാമത്തെ സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി ഈ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കൂ. അങ്ങയുടെ നാമം പൂജിതമാകണമേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പരിശുദ്ധി. അതാണ് നമ്മൾ സീറോ മലബാർ കുർബാനയിൽ അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ആദ്യത്തെ സ്റ്റെപ്പാണ്. അങ്ങ് പരിശുദ്ധൻ, നമ്മുടെ അപ്പച്ചൻ, നമ്മുടെ പിതാവ് പരമപരിശുദ്ധനാണ്. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. എങ്കിൽ ആ പിതാവിൻ്റെ മക്കൾക്ക് എന്ത് കിട്ടണം? ഈ പരിശുദ്ധി കിട്ടണോ വേണ്ടയോ? അതാണ്. അപ്പം നമ്മളപ്പോൾ അപ്പോഴൊക്കെ വിചാരിക്കണം, അതെനിക്കുള്ളതാണ്. എൻ്റെ അപ്പനാണ് പരിശുദ്ധൻ, എൻ്റെ പിതാവ് പരിശുദ്ധനാണെങ്കിൽ പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അപ്പോൾ ആ നമ്മൾക്ക് അവകാശമായ പരിശുദ്ധിയാണ്. ആ പരിശുദ്ധി നമുക്ക് തരാൻ വേണ്ടിയാണ്. അതാണ് എപ്പിക്ലേസിസ്
ലത്തീൻ കുർബാനക്രമത്തിലുള്ള എപ്പിക്ലസിസ്, ഫാദർ യു ആർ ഹോളി, the fountain of all holiness. All holiness and life come from you through Jesus Christ, by the working of the Holy Spirit. Therefore send thy Spirit upon these gifts and make them holy. പരമപരിശുദ്ധനായ പിതാവേ, സകല പരിശുദ്ധിയുടെയും ഉറവിടമേ, അങ്ങിൽ നിന്ന് യേശുക്രിസ്തു വഴിയായി സകല പരിശുദ്ധിയും ജീവനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഞങ്ങളിലേക്ക് വരുന്നു. അങ്ങയുടെ ആത്മാവിനെ അയക്കണേ. അപ്പോൾ പരിശുദ്ധി പരിശുദ്ധി പരിശുദ്ധി, ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അങ്ങ് പരിശുദ്ധനാണ്, ആ പരിശുദ്ധി എനിക്ക് തരണേ. രണ്ടാമത്തേത്, അങ്ങയുടെ രാജ്യം വരണേ. അങ്ങയുടെ രാജ്യം നമ്മൾ മനസ്സിലാക്കി, യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവാവിഷ്കരണത്തിലൂടെയുള്ള ദൈവനീതി. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മളെ മക്കളാക്കി മാറ്റി, നമ്മളെ നീതീകരിച്ചു, ശക്തീകരിച്ചു, മഹത്വീകരിച്ചിരിക്കുന്നു. നമ്മൾ ആ മഹത്വത്തിൻ്റെ പങ്കാളികളായ രാജകീയ പ്രൗഢിയിൽ ജീവിക്കുന്നവരാണ് നമ്മൾ രാജകീയ പുരോഹിത വർഗമാണ്. നമ്മൾ ദൈവരാജ്യത്തിലാണ്. നമ്മൾ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. നമ്മൾക്ക് സ്വർഗം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ ആർക്കും സാധ്യമല്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നേടി തന്നിരിക്കുന്നു സ്വർഗരാജ്യം. അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെല്ലാം നമുക്ക് അതിൽ കിട്ടും. അങ്ങയുടെ രാജ്യം സമാഗതമായിരിക്കുന്നു. അത് പുതിയ നിയമത്തിൽ പുതിയ ഉടമ്പടിയാണത്. ഇനി മൂന്നാമത്, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുള്ള. ഇവിടെയാണ് നമുക്കുള്ള പ്രശ്നം. നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ഹിതം വെച്ചിട്ട് അത് നടത്താൻ, കർത്താവേ എനിക്ക് ഫോറിനിൽ പോകണം, അതിന് വിസ വേണം, വിസ കിട്ടണേ. അപ്പോൾ എല്ലാവരും വേണ്ട, എൻ്റെ ബ്രദറെ ഈ പാസ്പോർട്ടിലൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ചേ. എന്തിനാ? എനിക്കൊരു വിസ കിട്ടാൻ വേണ്ടി. അല്ല, നിന്നോട് ആരാ പറഞ്ഞ് പാസ്പോർട്ട് എടുക്കാൻ? അതൊന്നും, അതിപ്പോൾ എല്ലാവരും പാസ്പോർട്ട് എടുക്കണമല്ലോ. ഫോറിനിലൊന്ന് പോയിച്ചൊരു കാശുണ്ടാക്കണം. ഞാൻ പറഞ്ഞു, ആരാ പറഞ്ഞ്? നീ കർത്താവിനോട് ചോദിച്ചാൽ ഇത് നിന്നെ കുറിച്ചുള്ള ദൈവഹിതമാണോ എന്ന്. അതെന്താ അതിൽ അങ്ങനെ പറയട്ടെ? ഞാൻ സ്വപ്നം കണ്ടിരിക്കുകയാണ് അവിടെ പോണത്. അപ്പോൾ ഭാര്യയും 2 പിള്ളേരും പുറകിൽ നിന്ന് കരയാണ്. നീ പോകുമ്പോൾ ഇവരുടെ കാര്യമോ? അത് 1-2 വർഷം കഴിയുമ്പോൾ ഞാനിങ്ങനെ വരുന്നേ. അപ്പോൾ ഈ 2 വർഷം ഇവരെങ്ങനെ ഇവിടെ കഴിയും? നിനക്ക് പോകാനുള്ള പൈസ അതൊക്കെ ഞാൻ കടം മേടിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പലിശ ആര് കൊടുക്കും? അവിടെ ചെന്നിട്ട് നീ ജോലി കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അയ്യോ എൻ്റെ ബ്രദറെ അങ്ങനെയൊക്കെ പറയല്ലേ. ഞാൻ പറഞ്ഞു, നീ പോകാൻ പോണില്ല. അയ്യോ അങ്ങനെ പറയില്ലേ. ദൈവഹിതം നീ ആദ്യം പ്രാർത്ഥിക്കും. നിനക്ക് എന്താ തൊഴിൽ? ഞാനൊരു ഫിഷർമാനാണ്, മത്സ്യം. ഇവിടെ നീ മത്സ്യബന്ധനമാണെങ്കിൽ നിനക്ക് ഇഷ്ടം പോലെ മത്സ്യം കടലിൽ കിടക്കണേ. നീ രാത്രിയും പകലും മത്സ്യം പിടിച്ചാൽ പോരെ. അതുകൂടാണ്ട് വേറൊരു ചെറിയ ജോലിയും കൂടി ഉണ്ട്. പിന്നെന്താ വേണ്ടേ? നീ ആദ്യം ആഗ്രഹിക്കും, ചോദിക്കും, കർത്താവേ എന്താണ് അങ്ങയുടെ ഹിതം? നിന്റെ ഹിതം പിടിച്ചു വെച്ചുകൊണ്ട് നീ പ്രാർത്ഥിക്കുകയാണ്. എത്ര നാളായി പ്രാർത്ഥിക്കണേ? 5 വർഷമായി പ്രാർത്ഥിക്കണേ. എന്നിട്ടും വിസ കിട്ടണില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതല്ല നിന്റെ ദൈവഹിതം. നമ്മൾ വിചാരിക്കണം അങ്ങ് ഫോറിനിലങ്ങ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശരിയാവുന്ന. അവിടെ ചെല്ലുമ്പോഴാണ് അവർ പറയുന്നത്, എൻ്റെ ബ്രദറെ നാട്ടിലാരോടും പറയണ്ടട്ടാ ഞങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ. ഇവിടെ വരുമ്പോൾ മണിമാലയും ജുബയൊക്കെ ഇട്ട് ടിപ്പ് ടോപ്പിലാണ്. എല്ലാം കടമാണ്. ഞാൻ പറയണത്, നമ്മളെ എന്ത് പ്രാർത്ഥിക്കണം? എന്തിന് പ്രാർത്ഥിക്കണം? ദൈവത്തിൻ്റെ ഹിതം നമ്മളിൽ നടപ്പാകാൻ. നമ്മുടെ ഹിതം വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ സ്വർഗത്തിനായ പിതാവ് പ്രാർത്ഥിച്ചതിന് വല്ല അർത്ഥമുണ്ടോ? പിന്നെ എന്താണ് അതിലെ പ്രധാന സ്റ്റെപ്പ്? അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ. സ്വർഗത്തിൽ എങ്ങനെയാ ഹിതം?
സ്വർഗത്തിലെ എല്ലാവരുടെയും ഹിതം ദൈവത്തിൻ്റെ ഹിതവുമായിട്ട് ഫ്യൂസ്ഡ്, വിലക്കി ചേർത്തിരിക്കണ മാതിരിയാന്നുള്ളത്. അവർക്ക് ദൈവഹിതം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സ്വർഗം. സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിൽ എല്ലാവരും ദൈവഹിതം മാത്രം ചെയ്യുന്നവരാകുമ്പോൾ ഭൂമി എന്തായി മാറി? ഭൂമി സ്വർഗമായി മാറി. ഇത് ഞാൻ പറയണത് 25 വർഷം മുമ്പ് ഞാൻ ജോലിയെല്ലാം വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിനെ കുറിച്ച് ഞാൻ കർത്താവ് പറഞ്ഞപ്പോൾ ഒരാൾ പോലും എന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. ഒരാൾ പോലും, നോട്ട് ഈവൻ ഒരു പ്രീസ്റ്റ്, ഒരു അച്ഛനോ കന്യാസ്ത്രീയോ ഒരാളും ഇല്ല. അവരെല്ലാം പറഞ്ഞു, അത് നീ ഒരു അൽമായനാണ്, നീ കുടുംബസ്ഥനാണ്, നീ കുറേ നിൻ്റെ കാര്യമൊക്കെ നോക്കണം, നിൻ്റെ കുടുംബം, നിൻ്റെ മക്കൾ, നിൻ്റെ ഭാര്യ, നിനക്കൊരു വീട് വേണം, ഇതൊക്കെ നോക്കിയിട്ട് ബാക്കി മിച്ചമുള്ള സമയത്ത് എന്തെങ്കിലും കർത്താവിന് ചെയ്യും. മനസ്സിലായോ? മിച്ചമുള്ളത് കർത്താവിനോട്. എനിക്കിത് മനസ്സിലാക്കാൻ പറ്റണില്ല. കർത്താവ് എന്നോട് പറയാണ്, നീ എനിക്ക് വേണ്ടി പോകണം. എന്നെ ഇങ്ങനെ കഴുത്തിന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണമായിരിക്കാം. അന്ന് എന്നെ പഠിപ്പിച്ചത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥനയിൽ ഈ സ്റ്റെപ്പ്, കർത്താവേ അങ്ങയുടെ ഹിതം, എൻ്റെ ഹിതമല്ല എന്ന് ഞാൻ കൂട്ടിച്ചേർത്ത എൻ്റെ കൂടെ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. ഇന്നും ഇതെൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആ ഹിതം എന്ന് പറയാനോടത്ത് വരുമ്പോൾ ഞാൻ ഉടനെ എൻ്റെ ഹിതമല്ല എന്നൊന്ന് കൂട്ടിച്ചേർക്കുകയാണ്. ഇവിടെയാണ് ഈ പ്രാർത്ഥനയുടെ എഫക്റ്റ്. അഥവാ മറിച്ച് നമ്മളൊരു ഹിതം ഓൾറെഡി തീരുമാനിച്ചിട്ട് ഈ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതിനർത്ഥമുണ്ടോ? ഈ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടോ? ഒട്ടും അർത്ഥമില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ലോകം മുഴുവൻ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥിക്കുന്നത് എന്തർത്ഥത്തില്ല? നമ്മൾ ഉദ്ദിഷ്ട കാര്യം വെച്ചുകൊണ്ട് ഇത് നടപ്പാക്കാൻ ഇത്ര സ്വർഗസ്ഥനായ പിതാവ്, 30 സ്വർഗസ്ഥനായ പിതാവ്, 33 സ്വർഗസ്ഥനായ പിതാവ്, ഇത് നടപ്പാക്കാൻ ചിലപ്പോൾ നടന്നേക്കും. എന്തിനാ? നേരത്തെ പറഞ്ഞില്ലേ, കരച്ചിൽ നിർത്താൻ വേണ്ടി. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ ഹിതം. നോക്കി, ആ യോന ഒരു പ്രവാചകനായിരുന്നിട്ടും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലായിട്ടും അയാൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അയാൾ താർശീശിലേക്ക് ഓടിയിട്ട് എന്ത് സംഭവിച്ചു? താർശീശിലേക്കുള്ള കപ്പലിൽ കയറിയ ഉടനെ, കപ്പൽ വിട്ട ഉടനെ കർത്താവ് കൊടുങ്കാറ്റയച്ചു. ഇപ്പൊ എവിടെയാ കരുണാസമ്പന്നനായ ദൈവം? എന്തുകൊണ്ടാണ് ഈ കരുണാസമ്പന്നനായ ദൈവം കടലിളക്കി, കപ്പലിളക്കി, കപ്പലിലെ ആളുകൾക്ക് പ്രശ്നം, കപ്പൽ ചരക്ക് മുഴുവനും വലിച്ചെറിഞ്ഞ് കളഞ്ഞു? എന്തുകൊണ്ടാ? ഒരാള് ദൈവഹിതം പ്രവർത്തിക്കാത്തത് കൊണ്ട്. അപ്പൊ അവിടെ കരുണ എന്താ? ആരോടാ ഇപ്പൊ ഇവിടെ കരുണ? കരുണ നിനവേവാസികളോട് കരുണ നടപ്പാക്കണം. നിനവേയിലെ ആയിരക്കണക്കിന് ആളുകൾ പാപത്തിൽ കുടുങ്ങി കിടക്കുന്നു. അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ഒരു പ്രവാചകനെ വളർത്തിക്കൊണ്ടുവന്നു. സമയമായപ്പോൾ പ്രവാചകൻ പറയാണ്, ഞാൻ അങ്ങോട്ട് പോവില്ല. ഇത് വലിയൊരു എക്സാമ്പിളാണ്. അവസാനം നമുക്കറിയാം കഥ കംപ്ലീറ്റ്. അവസാനം ഈ പ്രവാചകനിൽ കർത്താവിൻ്റെ ആത്മധൈര്യം അങ്ങ് ഉണരുകയാണ്. അവിടെ ഒരു പോസിറ്റീവ് പോയിന്റ് എടുക്കണം. ഞാൻ അവിടെ കാണുന്നൊരു പോസിറ്റീവ് പോയിന്റ്, ഈ നടുക്കടലിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കടൽ യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചു. ഞാനിപ്പോൾ 5-6 മാസം മുമ്പ് സ്കോട്ട്ലൻഡിൽ നിന്ന് സ്കോട്ട്ലൻഡിൽ നിന്ന് അയർലൻഡിലേക്ക് പോന്നപ്പോൾ കപ്പലിനും ഒരുപാട് സമയമൊന്നുമില്ല, 5-6 മണിക്കൂറുള്ളൂ. എന്നാലും ആ കപ്പൽ കടലിൻ്റെ നടുക്ക് ചെല്ലുമ്പോൾ ആ മുകളിൽ ചെന്നിട്ടൊന്ന് ഒരു പ്രത്യേക ഒരു ഫീലാണ്. വേറെ ഒന്നുമില്ല, ചുറ്റും കടൽ മാത്രം. അതൊരു ഭയങ്കര ഫീലിംഗ് ആണത്. ഇനി ഒന്ന് ചിന്തിച്ചേ, യോന പറയാണ് എന്നെ ഈ കടലിലേക്ക്. അതാണ് യോനയ്ക്ക് അപ്പം കിട്ടിയ തുറുപ്പിലിട്ട്. എങ്ങനെ യോന പറഞ്ഞു എന്നെ ഈ കടലിലേക്ക് വലിച്ചെറിയും എന്ന് പറഞ്ഞാൽ യോനയ്ക്ക് മനസ്സിലായി, ഞാൻ ദൈവഹിതം
നടത്തിയേ തീരും. അത് നടത്താനുള്ള ശക്തി എനിക്ക് ദൈവം തരും. അതുകൊണ്ട് യോന താർശീശിൽ നിന്നുള്ള കപ്പലിൽ നിന്ന് എടുത്ത് ചാടി. ഇതാണ് നിങ്ങളെല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾ ഏത് കപ്പലിലാണ് പോണേ? താർശീശിലേക്കുള്ള കപ്പലിലാണെങ്കിൽ എടുത്ത് ചാടും. കർത്താവ് അവിടെ കരങ്ങളുമായിട്ട് നിൽക്കുകയാണ്, തിമിംഗലവും കൊണ്ട് നിങ്ങളെ പിടിച്ചെടുക്കാൻ. ഓക്കെ, അപ്പോൾ ഈ ദൈവഹിതം നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാനാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമ്മുടെ ഹിതത്തിൽ രൂപം കൊള്ളുന്ന പരിപാടികളെക്കാൾ 1000 മടങ്ങ് വലുതായിരിക്കുമോ ദൈവത്തിൻ്റെ കാര്യം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ ഒറ്റ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വ്യത്യാസമാണ്, ദൈവമേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം. അതാണ് ഈ പ്രാർത്ഥനയുടെ കീ തുറക്കണത്. അത് നമ്മുടെ ഹിതമാക്കിയാൽ ഉടനെ അത് കംപ്ലീറ്റ് ഡൗൺ ടു എർത്ത് ആയി മാറും. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. ഇപ്പോൾ മദർ തെരേസ ഒരു സ്കൂൾ ടീച്ചറായിട്ട് ജീവിതകാലം മുഴുവൻ റിട്ടയറായിട്ട് റിട്ടയർ കഴിയുമ്പോൾ എന്തെന്നാ കിട്ടുന്നത്? പെൻഷൻ. പെൻഷൻ. നമ്മളിപ്പോഴും പെൻഷൻ കിട്ടുന്ന ജോലിയാണ് നോക്കണത്. ഏത് 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ പെൻഷൻ കിട്ടുന്ന ജോലിക്ക് എന്ത് പഠിക്കണം? ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ. പെൻഷൻ കിട്ടുന്ന ജോലി. കർത്താവിൻ്റെ ഹിതം മദർ തെരേസയ്ക്ക് എന്ത് പെൻഷനായി ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കണേ? ഓക്കെ, ഇത് നമ്മളെല്ലാവരുടെ അവസ്ഥയാണ്. എനിക്കെന്തോ ഒരു വലിയ പെൻഷനാണെന്നറിയാമോ? സ്വർഗത്തിലാണ് അക്കൗണ്ടൻ്റ്. അപ്പം നമ്മൾ ഈ തലത്തിലേക്ക് നീങ്ങണം. നമ്മൾ കർത്താവ് നമ്മളിൽ ശക്തമായി ഉണർത്തുന്ന ശക്തി കൊണ്ട് കർത്താവിന് വേണ്ടി ഇറങ്ങണം. ഇവിടെ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങാനുണ്ട്, രാജ്യത്തിന് വേണ്ടി മരിക്കാനുണ്ട്, കർത്താവിന് വേണ്ടി മരിക്കാൻ ആരുണ്ട് ഇവിടെ? അതെല്ലാം ഉണ്ടാവുന്നത് ഈ ഒറ്റ പ്രാർത്ഥനയാണ്. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ അവിടെ അല്പം നിർത്തൂ, എന്നിട്ടൊന്ന് നെടുവീർപ്പിടൂ. എൻ്റെ ഹിതമല്ല കർത്താവേ, അങ്ങയുടെ ഹിതം. ഒരിക്കലും ഒരു സമയം ഒരു പെണ്ണ് എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, ബോംബെയിലാണ്, അപ്പോൾ വലിയ ധ്യാനം നടക്കുകയാണ്, കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അവൾ വന്നിട്ട് പറഞ്ഞു, തോമസ് പോളെ, ഞാൻ ഏതായാലും കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചു, ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് പറയും. ഞാൻ പറഞ്ഞു, ആരായി തീരുമാനിക്കാൻ? നീ ആരാ തീരുമാനിക്കാൻ? എനിക്ക് തീരുമാനിച്ചൂടെ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളത്? എൻ്റെ തീരുമാനമല്ലേ? അല്ല, നിന്റെ തീരുമാനമല്ല. What do you mean? It's my freedom. I can decide whether I marry or not. I am a woman. I am so... ഞാൻ പറഞ്ഞു, സഹോദരി, കർത്താവിനെ നിന്നിലൂടെ ഒരു വിശുദ്ധനെ ഉണ്ടാക്കാനാണ് പ്ലാൻ. ആ പ്ലാൻ ആര് നടത്തും? പറയും. നിന്റെ ഗർഭത്തിൽ ഒരു വിശുദ്ധനെ സൃഷ്ടിക്കാനാണ് കർത്താവ് പണ്ടേ പ്ലാൻ ചെയ്തിരിക്കണമെങ്കിൽ നീ ആരോട് ചോദിച്ചിട്ടാ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചത്? അവളാകെ ഞെട്ടിപ്പോയി. സാധാരണ എല്ലാവരും അത് അവരവരുടെ നിശ്ചയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമല്ല പറഞ്ഞത്, ഒരു സിമ്പിൾ ലോജിക്ക് പറഞ്ഞതാ. നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥിച്ചു നോക്കാം. പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിന്നെക്കുറിച്ചുള്ള ഹിതം നീ വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് അങ്ങനെ ഒരു ജീവിതം വേണ്ട. കണ്ടോ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറയുന്നത്? നിന്റെ അപ്പൻ കള്ളു കുടിച്ചു വന്ന് അമ്മേനെ തല്ലണത് കണ്ടിട്ടില്ലേ? അതുകൊണ്ടല്ലേ? കണ്ടോ, നിന്റെ അപ്പൻ കള്ളു കുടിച്ച് അമ്മേനെ തല്ലി എന്നും പറഞ്ഞുകൊണ്ട് നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടോ? നിന്റെ ജീവിതത്തിൻ്റെ ഭാവി ആ ഒരു സംഭവം മൂലം നീ തീരുമാനമാക്കരുത്. എന്നാലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇങ്ങനത്തെ ഒരു ജീവിതം ചിന്തിക്കാൻ പറ്റില്ല, ഇങ്ങനത്തെ ആണുങ്ങളെ എനിക്ക് വേണ്ട.
അല്ല, വേറെ ആണുണ്ടാവും. നീ ദൈവഹിതം എന്താന്ന് നോക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞു, നീ സ്വർഗസ്ഥനായ പിതാവ് ഇങ്ങനെ പ്രാർത്ഥിക്കും, അങ്ങയുടെ ഹിതം. നീ ഒന്ന് ന്യൂട്രലാക്കാമോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതം നടപ്പാകാൻ വേണ്ടി നീ അങ്ങ് വിട്ടുകൊടുക്കാമോ? വിട്ടുകൊടുത്തു. അത് കഴിഞ്ഞ് 5-6 വർഷം കഴിഞ്ഞ് ഞാൻ ബോംബെയിൽ കപ്പിൾസ് റിട്രീറ്റ് നടത്താൻ ചെയ്തില്ല. കപ്പിൾസിന് മാത്രമായിട്ടുള്ള വലിയ ധ്യാനം, കുറേ കപ്പിൾസ്. അവിടെ വണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഓടി വന്നിരിക്കുകയാണ് ഒരു കപ്പിൾ, ഒരു കൊച്ചുമായിട്ട്. അത് ഇവളായിരുന്നു. ഇവള് പറയാണ്, എന്നെ ഓർക്കണ്ടോ? ഞാൻ പറഞ്ഞത് എവിടെയോ കണ്ടോ, ഓർമ്മയുണ്ട്. ഞാനാണ് അന്ന് പറഞ്ഞത് ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇങ്ങനെ നിനക്കൊരു വിശുദ്ധനെ നിൻ്റെ ഉള്ളിൽ ദൈവം തരാൻ, ഇതാണ് ആ വിശുദ്ധ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെങ്കൊച്ചിനെ ഇങ്ങനെ ഉയർത്തിയിരിക്കുകയാണ്. ഇവളുടെ പേര് എസ്തർ, ഇവളൊരു വിശുദ്ധനാണ്. എന്നിട്ട് പറയാണ്, ഇതാണ് എൻ്റെ ഭർത്താവ്. എന്നിട്ട് പറയാണ്, നിനക്കറിയണോ എന്താ സംഭവിച്ചത്? ആ സംഭവം കഴിഞ്ഞ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു വിവാഹം കഴിക്കാൻ. അങ്ങനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇദ്ദേഹം 10 വർഷം മുമ്പ് എന്നെ പ്രേമിച്ച് പുറകെ നടന്ന ആളായിരുന്നു. ഞാൻ വിവാഹം കഴിക്കണില്ല എന്ന് പറഞ്ഞതോടെ പ്രേമ നൈരാശ്യത്തിൽ അയാളും വിവാഹം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ച് സെമിനാരിയിൽ പോയി ചേർത്തു. സെമിനാരി പ്രേമ നൈരാശ്യക്കാർക്കുള്ളതാണോ? അങ്ങനെ സെമിനാരിയിൽ പോയി ചേർന്നു. കുറേ വർഷം പഠിച്ചു കഴിഞ്ഞപ്പോൾ സെമിനാരിയിൽ അവരുടെ പ്രാർത്ഥനയിൽ ഡിസേൺമെന്റിന് വിവേചിച്ചപ്പോൾ ഇവന് ദൈവവിളി ഇല്ല എന്ന് മനസ്സിലായി, പറഞ്ഞു വിട്ടു. അങ്ങനെ പുറത്തിറങ്ങി വന്നപ്പോഴാണ് ഞാൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നീ അന്ന് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടന്നില്ലേ? എന്താ നിന്റെ അവസ്ഥ? ഞാനിപ്പോഴും കെട്ടിയിട്ടില്ല, ഞാൻ വേറെ ആരെയും കെട്ടില്ല എന്ന് അന്നേ തീരുമാനിച്ചിട്ടുള്ള. അതെയോ? അപ്പം നീ ഇത്രയും നാളും കെട്ടിയില്ലെന്നോ? ഇല്ല, ഞാനത് കണ്ട് അച്ഛനാവാൻ പോയി, അവരെന്നെ പറഞ്ഞു വിട്ടു. ഇപ്പം ഞാൻ ആകെ എന്ത് ചെയ്യണമെന്ന് അയച്ചിരിക്കുകയാണ്. എന്നാൽ കേട്ടോളൂ, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്തൊരു അനുഭവം ആലോചിച്ച് നോക്കി. ദൈവഹിതം നടന്ന അങ്ങനെ അവർ കല്യാണം നടന്നു. വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം. ഇതെല്ലാം ഞാൻ പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്കുണ്ടാകേണ്ട പ്രധാനമായ ഒരു കാര്യം, ദൈവഹിതം നമ്മളിൽ നടപ്പാകാൻ ഉള്ള പ്രാർത്ഥന. ഓക്കെ, അപ്പോൾ ഈ 3 സ്റ്റെപ്പ് അങ്ങയുടെ അങ്ങയുടെ അങ്ങയുടെ. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി മുൻകൂട്ടി ചില പദ്ധതികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മളിൽ നടക്കാത്തതിൻ്റെ കാരണം എന്താ കാരണം? നമ്മൾ നമ്മുടെ ഹിതം പിടിച്ചുകൊണ്ട് ഇരിക്കണമുണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ ഹിതത്തിനെ അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിങ്ങ് വരും. കാരണം അതവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്, അതുണ്ടാക്കേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾ റെഡി. ഇറ്റ് ഈസ് ഓൾ റെഡി. ഓൾ റെഡി എന്ന് പറഞ്ഞാൽ ഓൾ റെഡി. അതിന് ഇട്ടണമെങ്കിൽ ഇത്രയും ചെയ്താൽ മതി. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ എന്നിലാകട്ടെ. ഇനി 4ാമത്തെ പോയിന്റ് എന്താണ്? കോർ ഓഫ് ദ പ്രേയർ. ശ്രദ്ധിക്കണം കേട്ടോ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണേ. എന്താണ് ഈ ആഹാരം? എന്താണ് അന്നെന്ന് പറഞ്ഞാൽ? എന്താണ് ഇന്ന് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് ഈ പ്രബോധനം കഴിഞ്ഞിട്ട്, ഈ പ്രാർത്ഥന പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭക്ഷിക്കുമെന്നതിനെക്കുറിച്ചോ എന്ത് ധരിക്കുമെന്നതിനെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട. ആകാശത്തിലെ പക്ഷികളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളുടെ അവസ്ഥ. നമ്മളോട് ആരാ ഈ കളപ്പുരയിൽ ശേഖരിക്കാൻ പറഞ്ഞേക്കുന്നത്? നമ്മളെല്ലാവരും എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? കളപ്പുരകളിൽ ശേഖരിക്കുക. എന്തുകൊണ്ടാണ്? ആകുലത കൊണ്ടാണ്. നാളത്തെക്കുറിച്ചുള്ള ആകുലത കൊണ്ട്. ഓക്കെ, അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ന്, നിങ്ങളുടെ ശരീരത്തെ ജീവനെക്കുറിച്ചോ എന്ത് ഉടുക്കും എന്ന വസ്ത്രത്തെക്കുറിച്ചോ നിങ്ങൾ ആകുലപ്പെടേണ്ട.
അപ്പൊ പിന്നെ ഇവിടെ എന്താ അന്നന്ന് വേണ്ട ആഹാരം ചോദിക്കാൻ പറയണേ? ഇവിടെ അന്നന്ന് വേണ്ട ആഹാരം ആത്മാവിന് വേണ്ട ആഹാരമാണ്. നമ്മൾ ശരീരത്തിന് ഭക്ഷണം കഴിക്കുന്ന പോലെ കണ്ടോ, ഈശോ നമ്മൾ ആ ഗ്രാഫ് കാണിച്ചതില്ലേ, ശിശു ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ശിശു എങ്ങനെ ശക്തനായി? മൾട്ടിവിറ്റാമിൻ ഫുഡ് കഴിച്ചിട്ടാണോ? ബോൺവിറ്റ കോംപ്ലാൻ കഴിച്ചിട്ടാണോ? കോംപ്ലാൻ അത് കണ്ടു കഴിയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കണം ഇതങ്ങ് കഴിച്ചാൽ നമ്മുടെ കൊച്ച് അതുപോലെ ആവുന്നതാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ അവസ്ഥ. പക്ഷെ ഈ കുഞ്ഞിന് ഒരാത്മാവുണ്ടെന്നും ആ ആത്മാവിന് ഭക്ഷണം വേണമെന്നുമുള്ള ഒരറിവ് നമുക്കുണ്ടോ? ഈ കുഞ്ഞിനൊരാത്മാവുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരാത്മാവുണ്ട്. ഈ ആത്മാവിന് എന്ത് വേണം? ആത്മാവിന് ദാഹമുണ്ട്, ആത്മാവിന് വിശപ്പുണ്ട്. ആ വിശപ്പും ദാഹവുമാണ് ബൈബിൾ മുഴുവനും പറയുന്ന വിശപ്പ്. വിശക്കുന്നവരെ വരുവിൻ, ദാഹിക്കുന്നവരെ വരുവിൻ. നിങ്ങൾക്ക് ശരീരത്തിൻ്റെ കാര്യം അത് ദൈവത്തിനറിയാം, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ആത്മാവിൻ്റെ ഭക്ഷണം. അപ്പം ഇവിടെ അന്നന്ന് എന്ന് പറഞ്ഞാൽ എന്താ? അന്നന്ന് പറഞ്ഞാൽ, അന്നന്ന് എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്കാ? അന്നന്ന് വേണ്ട ആഹാരം എത്ര നാളത്തേക്കാ? എന്നേക്കും എന്ന് പറഞ്ഞാൽ എത്ര നാളത്തേക്കാ? എന്നേക്കും എന്ന് പറഞ്ഞാൽ ജീവിക്കുന്നവരെ, മരണം വരെ. മരണം വരെ മതിയോ? അതാണ് എന്നെന്നും. അന്നന്ന് എന്നിവിടെ പറയുന്നത് നിത്യതയിലേക്ക് ഉള്ള ആഹാരം. ഇന്ന് ആ ആഹാരം കിട്ടുകയാണെങ്കിൽ ആ ഒരു നേരം ആഹാരം കൊണ്ട് നമ്മുടെ ആത്മാവിനെ നിത്യതയിലേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും. അന്നന്ന് വേണ്ട ആഹാരം. അപ്പോൾ അവർ നമ്മുടെ ആത്മാവിന്, പലരും പറയാറുണ്ട് ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒന്നും പ്രാർത്ഥിക്കേണ്ടെന്നാണ്. ചോദിക്കുവിൻ തരപ്പെടും, ചോദിക്കുവിൻ തരപ്പെടും എന്ന് പറഞ്ഞതിൻ്റെ അവസാനം എന്താ എഴുതിയേക്കണത്? മകന് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? മക്കള് മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദുഷ്ടരായ നിങ്ങൾക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ അറിയാമെങ്കിൽ ചോദിക്കുന്നവർക്ക് എത്രമാത്രം പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ക്ലിയർ അല്ലേ അത്? പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ, അതാണ് നമ്മുടെ ആത്മാവിന് വേണ്ട ഭക്ഷണം. അപ്പൊ വീണ്ടും ഞാനും ലവ് ജോയ് പീസ്, ലവ് ജോയ് പീസ്, സ്നേഹം ശാന്തി ആനന്ദം, സ്നേഹം ശാന്തി ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസമയം, ആത്മാവിന്റെ ഫലങ്ങൾ, വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ്, ലവ് ജോയ് പീസ്. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് പഠിപ്പിക്കുകയാണ് പിള്ളേരെ അമ്മമാരും ഉണ്ട്. എൻ്റെ ബ്രദറെ ഈ കൊച്ചിനൊന്നും അറിഞ്ഞൂടാ, ഒന്ന് തലയിൽ കൈ വെച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും പറയല്ലേ പിള്ളേരുടെ മുമ്പിൽ വെച്ച്, ഈ കൊച്ചു പഠിക്കാൻ മോശമാണ്, ഇവൻ ആകെ കൊള്ളൂല്ലാത്ത, ഇങ്ങനെയൊന്നും പറയരുത്. പ്രത്യേകിച്ച് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊന്നും പറയരുത്. ഇവൻ പ്രാർത്ഥിക്കണില്ല. ഞാൻ പറഞ്ഞു. അപ്പം അവർക്ക് ആൾറെഡി അമ്മയോട് ദേഷ്യം തോന്നി. അമ്മ ഇതൊക്കെ ഇവിടെ ഒന്ന് മറ്റുള്ളവരോട് പറയണേ, പ്രാർത്ഥിക്കണില്ലായിരിക്കും. എന്നാൽ അവർക്ക് അത് കേൾക്കണത് ഇഷ്ടമാണോ? ഒരിക്കലും ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇവിടെ മോനെ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച്, ലവ് ജോയ് പീസ്, വിസ്ഡം നോളജ് അണ്ടർസ്റ്റാൻഡിങ്, ലവ് ജോയ് പീസ്. അവരെഴുന്നേറ്റ് നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. ഇതുണ്ട് പ്രാർത്ഥിക്കണം. നമ്മൾ ചില പ്രാർത്ഥന സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. അതിന് പകരം അവർക്ക് പറ്റിയ രീതിയിലുള്ള പ്രാർത്ഥന കൊടുക്കും. വിസ്ഡം നോളജ് അണ്ടർസ്റ്റാൻഡിങ്, ലവ് ജോയ് പീസ്, വിസ്ഡം നോളജ് അണ്ടർസ്റ്റാൻഡിങ്, ലവ്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് പ്രാർത്ഥനയാണ്, ഇതും പ്രാർത്ഥനയാണ്. വിസ്ഡം നോളജ് അണ്ടർസ്റ്റാൻഡിങ്, ലവ് ജോയ് പീസ്. കോർ ഓഫ് ദ പ്രെയർ എന്താണ്? അന്നന്ന് വേണ്ട ആഹാരം എനിക്ക് നൽകണേ. എന്തൊക്കെയാണ് ആഹാരം? പ്രധാന ആഹാരം കർത്താവിൻ്റെ ശരീരവും രക്തവും. മറ്റൊരാഹാരം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് കൂടിയാണ്. മറ്റൊരാഹാരം ആത്മാവിൻ്റെ ഫലങ്ങൾ. മറ്റൊരാഹാരം സമീകൃത ആഹാരമാണ്, അല്ലേ? എല്ലാം ഉണ്ട്, ഫലങ്ങളും ഉണ്ട്.
വരങ്ങൾ, അതോടൊപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതൊക്കെ അതിനകത്ത് പെടും. ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മറ്റൊരാളോട് ക്ഷമിക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ക്ഷമ ആദ്യമല്ല അവിടെ, ക്ഷമ 5-ാമത്തെ പോയിന്റാണ്. പ്രൈസ് ദ ലോർഡ്. നമ്മൾക്ക് പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല, സ്നേഹിക്കാൻ പറ്റുന്നില്ല. അത് ദൈവരാജ്യം നമ്മളിൽ സംസ്ഥാപിതമാകാത്തതുകൊണ്ടാണ്. ദൈവരാജ്യം സംസ്ഥാപിതമാകുക. എന്താണ് ദൈവരാജ്യം? നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ്. അപ്പം ആ സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ എന്നാ ക്ഷമിക്കാം. അങ്ങനെ അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് വലിയൊരു കാര്യമാണ്. അന്നുവരെ ആർക്കും പരസ്പരം ക്ഷമിക്കാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നില്ല. വെറുപ്പ്, വിദ്വേഷം, ശത്രുത, കലഹം, കോപം, വാശി, വൈരാഗ്യം, പ്രത്യേകിച്ച് പാപികളെ ക്ഷമിക്കുക പോയിട്ട് അവർ തൊടുപോലുമില്ല. അവർ നമ്മളെ തൊടാൻ പാടില്ല, അവരുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല. ഒന്നിങ്ങോട്ട് വന്നേ. ഈശോ പറഞ്ഞു, ഒരു കരണത്ത് അടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കാൻ. എൻ്റെ കരണത്തൊന്ന് അടിച്ചൊന്ന് കണ്ടേ, എൻ്റെ കരണത്തൊന്ന് അടിച്ച് നോക്ക്, കണ്ടോ? ഇപ്പൊ ഇയാള് ഏത് കരണത്തെ അടിച്ചത്? വലത് കരണത്തെ അടിച്ചു. ഈശോ പറഞ്ഞത് എന്താ? അല്ലല്ല, ഇയാളെവിടെ അടിച്ചത്? ഇടത് കരണത്തെ അടിച്ചു, ഇല്ലേ? ഈശോ പറഞ്ഞത് എന്താ? വലത് കരണത്തെ അടിച്ചവന് ഇടത് കരണം കാണിച്ചു കൊടുക്കാൻ. വലത് കരണത്തെ അടിച്ചവന് ഇനി എൻ്റെ വലത് കരണത്തിന് അടിച്ചേ, കണ്ടോ? വലത് കരണത്തെ അടിക്കണതിന് ഇടത് വശം കൊണ്ട് അടിക്കാൻ പറ്റും. അതാണ് ഈ വചനത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. വലത് കരണത്തെ അടിച്ചവനെ ഇടത് വശം കാണിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ, താങ്ക് യു, ഈ അത്രയ്ക്ക് കർക്കശക്കാരായിരുന്നു ഫരിസേയർ. ഇപ്പം പറഞ്ഞ് നമുക്ക് ഫരിസേയരോട് വിരോധമൊന്നുമില്ല. ഇപ്പം ഇവിടെ ഏതായാലും ഫരിസേയ മതത്തിൽപ്പെട്ട ആരുമില്ല. ഒരിക്കൽ ഫ്രാൻസിൽ വെച്ചാണ് ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു പെണ്ണ് വന്ന് പറയാൻ, ഞാനൊരു ഫരിസേയ സമൂഹത്തിൽപ്പെട്ട ആളാണ്. കുഴപ്പമൊന്നുമില്ല, എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല. എന്നാലും ശ്രദ്ധിക്കണം, ഫരിസേയരും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ പറഞ്ഞു അവരെ വിഷമിപ്പിക്കാനൊന്നും അല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ഫരിസേയരുടെ മകളൊരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു. അവൾ വന്നു. അപ്പോൾ ഈ ഫരിസേയർ പാപികളെയാണ് അവരടിക്കുള്ളൂ. അവർ വലത് കൈ കൊണ്ട് അടിക്കില്ല. വലത് കൈ അശുദ്ധമായി പോകുന്നുണ്ട്. പാപിയെ തൊട്ടാൽ വലത് കൈ കൊണ്ട് അവർ അടിക്കില്ല. അവരിടത് കൈ കൊണ്ടേ അടിക്കുള്ളൂ. ഇടത് കൈ കൊണ്ട് അടിച്ചാൽ അടി എവിടെ വീഴും? വലത് വശത്ത് വീഴും. വലത് കൈ കൊണ്ട് അടിച്ചാലും അടി എവിടെ വീഴും? ഇടത് വശത്ത് വീഴും. അപ്പോൾ ഇങ്ങനെ വരെ അത്രയ്ക്ക് ഉള്ള ഒരവസ്ഥാവിശേഷം നടക്കുന്ന സമയത്താണ് ഈശോ പറയണത്, മറ്റുള്ളവരോട് ക്ഷമിക്കുക, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണേ. അപ്പോൾ ഈ ക്ഷമിക്കുക എന്നുള്ളൊരു പോയിന്റ് ചുമ്മാ ഞങ്ങളോട് ക്ഷമിക്കണേ എന്നങ്ങ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവിടെ നമ്മളൊരു നിമിഷം നിൽക്കണം. ആരോടാണ് നമുക്ക് ക്ഷമിക്കാനുള്ളത്? അത് ക്ഷമിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള 4 സ്റ്റെപ്പും നമ്മളിൽ നിറഞ്ഞാലേ കിട്ടുള്ളൂ. ആ 4 സ്റ്റെപ്പ് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. അപ്പോൾ ദൈവത്തിൻ്റെ ക്ഷമ നമുക്ക് കിട്ടും. 5. 6ാമത്തെ എന്താ? എന്തുകൊണ്ടാണ് ഈ ക്ഷമയുടെ കാരണം? നമ്മൾ പാപം ചെയ്യണമുണ്ട്. അപ്പോൾ 6ാമത്തെ സ്റ്റെപ്പ് എന്താ? ആ പാപം ചെയ്യുന്നതിന് കാരണമായ പ്രലോഭനങ്ങളിൽ നിന്ന് തന്നെ ഞങ്ങളെ വിടുവിക്കണേ. ആ പ്രലോഭനങ്ങൾ തന്നെ ഇല്ലാതെ ഞങ്ങളെ കാക്കണേ. അപ്പോൾ അത് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, ഇന്ന് എന്തെല്ലാം പ്രലോഭനങ്ങളാണ് ഞങ്ങൾക്ക് ഉണ്ടാകാറുള്ളത്. ആ പ്രലോഭനങ്ങൾ അങ്ങേക്ക് ഇപ്പോഴേ അറിയാമോ ഇല്ലേ? അതാണ് ആൻറ്റിസിപ്പേറ്ററി പ്രെയർ. അതായത് നാളെ ഒരു സംഭവത്തിൽ നമ്മൾ പോകാം, നമുക്കിപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തകളുണ്ട്. പക്ഷേ ആ നാളെ കർത്താവ് അവിടെ ഉണ്ടോ? ആ നാളെ അവിടെ സന്നിഹിതനാകുന്ന കർത്താവ് ഇന്ന് നമ്മുടെ ഉള്ളിലുണ്ടോ? കർത്താവിനെ സംബന്ധിച്ച് ഇന്നും നാളെയും ഒരുപോലെയാണ്. അപ്പോൾ ഇന്ന് തന്നെ കർത്താവിനെ നാളെ നടക്കാൻ പോകുന്ന ആ പ്രലോഭനത്തെ
നമ്മളിൽ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കർത്താവേ, ആ പ്രലോഭനത്തെ നീ ഏറ്റെടുക്കണേ. തിട്ടാരൂപിയിൽ നിന്നും ശത്രുക്കളിൽ ഞങ്ങളെ രക്ഷിക്കണേ. കർത്താവ് വന്നിരിക്കുന്നത് തന്നെ പിശാചിനെയും പിശാചിൻ്റെ പ്രവർത്തനത്തെയും നശിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പിശാചിൻ്റെ സകല പ്രവർത്തനത്തെയും യേശുക്രിസ്തു കുരിശിലൂടെ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നുവെങ്കിലും അവരവിടെയൊക്കെ കറങ്ങിയടിച്ച് നടക്കുന്നുണ്ട്. അവർ തോറ്റ പാർട്ടിയാണ്. അപ്പോൾ അവരെ നിഷ്കാസനം ചെയ്യണേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. നമുക്കൊന്ന് സാവധാനം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥന എല്ലാവരും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഒരു നിമിഷം ഓർക്കുക, ഞാൻ ആ വാത്സല്യം നിറഞ്ഞ പിതാവിൻ്റെ ഓമന മകനാണ്. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങ് പരിശുദ്ധനാണ്. അങ്ങയുടെ ആ പരിശുദ്ധി എന്നിലേക്ക് ഒഴുകണമേ. എന്നിലുള്ള എല്ലാ അശുദ്ധിയും അങ്ങേക്കറിയാം. എന്നാൽ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധി എൻ്റെ അവകാശമാണ്. അങ്ങയുടെ രാജ്യം വരണമേ. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ വിശ്വസിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ അങ്ങ് നൽകിയ പാപമോചനവും പുനരുജ്ജീവനവും പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം, പുതിയ സൃഷ്ടിയാകണേ. അങ്ങയുടെ രാജ്യം വരണേ. അങ്ങയുടെ ഹിതം, ഓ പിതാവേ, അങ്ങയുടെ ഹിതം എൻ്റെ ഹിതമല്ല, അങ്ങയുടെ ഹിതം. ഞാൻ എൻ്റെ ഹിതത്തെ അങ്ങേക്ക് പൂർണ്ണമായി അടിമ വയ്ക്കുന്നു, അടിയറ വയ്ക്കുന്നു. അങ്ങയുടെ ഹിതം, അങ്ങയുടെ ഹിതം, എൻ്റെ ഹിതമല്ല. അന്നു വേണ്ട ആഹാരം എനിക്ക് നൽകണേ. ഓ ദൈവമേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കും. എൻ്റെ ആത്മാവിൻ്റെ ദാഹം അങ്ങേക്കറിയാം. എൻ്റെ ആത്മാവിൻ്റെ വിശപ്പ് അങ്ങേക്കറിയാം. ഞാൻ അങ്ങേക്കായി ദാഹിക്കുന്നു. അങ്ങിൽ വിലയം ചെയ്യുന്നത് വരെ എൻ്റെ ആത്മാവ് അസ്വസ്ഥമാണ്. അങ്ങയുടെ ശരീരരക്തം എനിക്ക് ഭക്ഷണപാനീയമായി തന്നത് ഞാൻ സ്വീകരിക്കുന്നു. അങ്ങയുടെ വചനം എൻ്റെ ഭക്ഷണമാണ്. അതെൻ്റെ ആത്മാവിൻ്റെ പ്രകാശം പകരുന്നു. അങ്ങയുടെ വരദാന ഫലങ്ങൾ സ്നേഹം, ശാന്തി, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ജ്ഞാനം, അറിവ്, വിവേകം, ധൈര്യം, ഇതെല്ലാം എനിക്ക് തരണേ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. പ്രത്യാശ, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതെല്ലാം എനിക്ക് തരണേ. സ്നേഹം, ശാന്തി, ആനന്ദം കൊണ്ട് എന്നെ നിറയ്ക്കണേ. ദൈവസ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ. ദൈവജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണേ. ഓ ഈശോയേ, എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ക്ഷമിക്കുന്നു.